മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 17-12-1991 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അശ്വതിയാണ് നക്ഷത്രം. അശ്വതി 3-ാം പാദം. ഇടവലഗ്നം. 2-ൽ കേതു, 3 ശൂന്യം, 4-ൽ വ്യാഴം, 5 ശൂന്യം, 6-ൽ ശുക്രൻ, 7-ൽ ബുധൻ, കുജൻ, 8-ൽ സൂര്യൻ, രാഹു, 9-ൽ ശനി, 10 ശൂന്യം, 11-ൽ ഗുളികൻ, 12-ൽ ചന്ദ്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകമാണിത്. ഇദ്ദേഹത്തിന് മുൻപ് ഒരു അഫെയർ, അതായത് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു. അത് പക്ഷേ വിവാഹത്തിലെത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി അത് വിവാഹത്തിലെത്തിയില്ല. ശേഷം മറ്റൊരു വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് വിവാഹത്തിലെത്താൻ സാഹചര്യമുണ്ടായിരുന്ന ഒരു പ്രണയമായിരുന്നിട്ട് പോലും അത് വിവാഹത്തിലെത്താതെ പോയത്? പ്രധാനമായും ലഗ്നാധിപനായിട്ട് ഇടവലഗ്നം, ലഗ്നാധിപൻ ശുക്രൻ, ശുക്രൻ്റെ ക്ഷേത്രമായ തുലാത്തിൽ തന്നെ നിൽക്കുന്നു. അവിടേക്ക് ശനിയുടെ 10-ാം ദൃഷ്ടിയുണ്ട്. വിവാഹകാരകനായിട്ടുള്ള ശുക്രനിലേക്ക് ശനിയുടെ 10-ാം ദൃഷ്ടി. അതുപോലെ തന്നെ ലഗ്നാൽ 7-ൽ വിവാഹസ്ഥാനത്ത് കുജൻ്റെ ക്ഷേത്രത്തിൽ കുജൻ, അതുപോലെ തന്നെ ശത്രുവായ ബുധൻ, അവിടേക്ക് രാഹുവിൻ്റെ 12-ാം ദൃഷ്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, ലഗ്നാൽ 7-ലെ കുജൻ രുചക യോഗം കൊടുക്കും എന്നിരുന്നാൽ തന്നെയും വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരല്പം ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. കാരണം ഒന്ന്, ശത്രുവായിട്ടുള്ള ബുധൻ വർഗോത്തമം ചെയ്ത് നിൽക്കുന്നു. 2, രാഹുവിൻ്റെ ദൃഷ്ടി വിവാഹസ്ഥാനത്തേക്ക് വരുന്നു. 3, വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ഇവിടെ ലഗ്നാധിപൻ കൂടാണ് ശുക്രൻ. ശുക്രനിലേക്ക് ശനിയുടെ 10-ാം ദൃഷ്ടി. അപ്പോൾ ഇത്തരക്കാർക്ക് പ്രണയബന്ധം പോലെയുള്ള കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടായാൽ തന്നെയും വിവാഹം കഴിക്കാനുള്ള, വിവാഹത്തിലെത്താനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാൽ കൂടിയും എന്തെങ്കിലും ലാസ്റ്റ് മിനിറ്റിലെ, അതായത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ട് അത് മാറി പോകേണ്ടതായിട്ടോ അല്ലെങ്കിൽ നിർത്തി പിരിയേണ്ടതായിട്ടോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഈ വ്യക്തിക്ക് അതുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ നിൽക്കുന്നത് 12-ലാണ്, ഗുളികൻ്റെ 2-ാം ദൃഷ്ടിയിൽ. ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായിട്ടുള്ള ഗ്രഹമാണ് ചന്ദ്രൻ ഏതൊരാൾക്കും. ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഓവർ തിങ്കിങ്, അധികമായിട്ടുള്ള ചിന്ത, അതല്ല എങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അതുമല്ല എങ്കിൽ കൺഫ്യൂഷൻ, ടെൻഷൻ, ആങ്സൈറ്റി പ്രോബ്ലംസ്, അതല്ല എങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏതെങ്കിലും രീതിയിൽ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. അതല്ല എങ്കിൽ സ്ഥിരമായിട്ടോ അല്ലാതെയോ ആയി ഏതെങ്കിലും കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷമം ഇവരുടെ മനസ്സിൽ തളം കെട്ടി തന്നെ കിടക്കാം. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് കണ്ടുവരുന്നുണ്ട്. ചന്ദ്രൻ ഗുളികൻ ഒരു നല്ല കോമ്പിനേഷനേ അല്ല എന്ന് മനസ്സിലാക്കുക. ചന്ദ്രനോടൊത്ത് ഗുളികൻ നിന്നാലും ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വന്നാലും എല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് വാടിപ്പോകുന്ന സ്വഭാവം, അതല്ല എങ്കിൽ ഡൗൺ ആകുന്ന സ്വഭാവമൊക്കെ ഇത്തരക്കാർക്ക് പൊതുവെ പല രീതിയിലായിട്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് കണ്ടുവരുന്നുണ്ട്. എന്നാൽ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം, മനസ്സിൻ്റെ കാരകൻ ചന്ദ്രൻ 12-ൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നുവെങ്കിലും മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള, സന്താന സ്ഥാനത്തിൻ്റെയും അധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ കുജനോടൊത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഡൗണായി താഴേക്ക് വന്നാൽ തന്നെയും തിരിച്ച് കയറാനുള്ള ഒരു ജന്മസിദ്ധമായിട്ടുള്ള കഴിവ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിന്, ചിന്തകൾക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ അതുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് അതിനെ റിക്കവറായി നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ കുജനോടൊത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സ് സംബന്ധമായിട്ടുള്ള, ചിന്തകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അതിന് ബന്ധുക്കളോ സുഹൃത്തുക്കളോ അന്യരോ ഒക്കെ സാഹചര്യവശാൽ വന്നു ചേരുകയും ചെയ്യാമെന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ രാഹു നേരത്തെ പറഞ്ഞു 7-ലേക്ക് 12-ാം ദൃഷ്ടി നടത്തുന്നുണ്ട്. നിൽക്കുന്ന രാശിയിൽ നിന്നും 6, 7, 9, 12 ഇതാണ് രാഹു ഏതൊരു ഗ്രഹനിലയിലും നടത്തുന്ന ദൃഷ്ടികൾ. അതിൽ തന്നെ തൻ്റെ 6-ാം ദൃഷ്ടി ലഗ്നത്തിലേക്ക്
പ്രത്യേകിച്ചും ശുക്രൻ അധിപനായിട്ടുള്ള ലഗ്നത്തിലേക്ക് രാഹുവിൻ്റെ 6ാം ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് പൊതുവെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സ്ട്രഗ്ലിങ്, അതല്ല എങ്കിൽ അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞതായിരിക്കും ഇവരുടെ ഒരു യങ്ങർ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അല്പസ്വല്പം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയുമൊക്കെ ആയിരിക്കും ഒരു വളർച്ചയുടെ പടവുകൾ സാവധാനം താണ്ടുക. പ്രത്യേകിച്ചും ലഗ്നത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് ശനിയുടെ 10ാം ദൃഷ്ടിയും വരുന്നുണ്ട്. ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും 3, 7, 10 ഈ 3 രാശികളിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 9ൽ നിൽക്കുന്ന ശനി ഗുളികൻ നിൽക്കുന്നിടത്തേക്ക് ദൃഷ്ടി വരുന്നുണ്ട് 11ലേക്ക്. 11ൽ നിൽക്കുന്ന ഗുളികൻ പൊതുവേ നല്ലതാണ്. എന്നിരുന്നാൽ തന്നെയും അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 2, 12 ഈ 2 ഭാവങ്ങളിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുളികൻ്റെ 2ാം ദൃഷ്ടി എന്ന് പറയുന്നത് ഇവിടെ ചന്ദ്രനിലേക്കാണ്. ചന്ദ്രൻ 12ൽ നിൽക്കുന്നു. 12ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യയസ്ഥാനം അഥവാ ചെലവിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ 11ൽ നിൽക്കുന്ന ഗുളികൻ ലാഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലത് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ചെലവും ഇവിടെ വരുത്തി വയ്ക്കും എന്നും മനസ്സിലാക്കുക. ഈ വ്യക്തിക്ക് ചെലവുകൾ വളരെ വളരെ കൂടുതലുമാണ്. ആഡംബരഭ്രമവുമുണ്ട്. എന്ന് വച്ചാൽ ശുക്രലഗ്നത്തിൽ ഉള്ള ആളുകൾക്ക് പൊതുവെ ആഡംബരപ്രിയം എന്ന് പറയുന്ന ഒരു കാര്യം ഒരുപാട് പേർക്ക് കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും ലഗ്നാധിപൻ നിൽക്കുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിലുമാണ്. അപ്പോൾ അത്തരം സംബന്ധമായിട്ടൊക്കെ കാശ് അല്ലെങ്കിൽ പണം, ധനം നല്ല രീതിയിൽ കയ്യിൽ നിന്നും ചെലവഴിച്ചു പോകാനുള്ള സാധ്യത ഇത്തരം വ്യക്തികൾക്ക് വളരെ കൂടുതലാണ്. ഈ വ്യക്തിക്കത് പ്രത്യേകിച്ചുമുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. ഗുളികൻ്റെ ദൃഷ്ടി 12ലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആ ചെലവുകൾ കൊണ്ട് തന്നെ പിന്നീട് മാനസിക വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ടാകാം എന്നൊരർത്ഥം ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇദ്ദേഹത്തിന് വ്യാഴം നിൽക്കുന്നത് 4ലാണ്. ലഗ്നാൽ 4 ചിങ്ങം സൂര്യൻ്റെ ക്ഷേത്രം. സൂര്യൻ രാഹുവിനോടൊപ്പം നിൽക്കുന്നു. അവിടേക്ക് വ്യാഴത്തിൻ്റെ 5ാം ദൃഷ്ടി വരുന്നു. എന്നാൽ രാഹുവിൻ്റെ 9ാം ദൃഷ്ടി വ്യാഴത്തിലേക്കും വരുന്നുണ്ട്. ഇതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല. എന്നിരുന്നാൽ തന്നെയും രാഹുവിൻ്റെ ദൃഷ്ടി വ്യാഴത്തിലേക്ക് വരുന്നു എന്നത് ഒരല്പസ്വല്പം ശ്രദ്ധിക്കണം. എന്നാൽ വ്യാഴം രാഹുവിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നത് ഒരാശ്വാസ ഘടകം തന്നെയാണ്. അതുപോലെ തന്നെയാണ് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ വ്യക്തി ഒരല്പം ശ്രദ്ധിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഒരല്പം മുൻകോപം, അതല്ല എങ്കിൽ അല്പം ദേഷ്യ സ്വഭാവം, ശാഠ്യം, അതല്ല എങ്കിൽ അല്പം വാശിയൊക്കെയുള്ള ഒരു പാർട്ട്ണർ ഇദ്ദേഹത്തിന് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതും. ചെറിയ തർക്കങ്ങൾ, വഴക്കുകളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ തന്നെയാണ് പോകുന്നത്. അതിനിടയിലും കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഓർമ്മകൾ ഇദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. അത് ചന്ദ്രൻ 12ൽ നിൽക്കുകയും ഗുളികൻ്റെ 2ാം ദൃഷ്ടിയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ മനസ്സിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായ പരിഹാരങ്ങൾ വളരെ ലളിതമായിട്ട് തന്നെ എടുത്തു പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ തന്നെ മുന്നേറിപ്പോകാൻ സാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ കേതു ദശയിലായിരുന്നു ജനനം. അശ്വതിയാണ് നക്ഷത്രം. 94 വരെ കേതു. അതിനുശേഷം 20 കൊല്ലം ലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ്റെ ദശ 2014 വരെ. അതിനുശേഷം 6 കൊല്ലം സൂര്യദശ 2020 വരെ. അതിനുശേഷം 10 കൊല്ലം ഇപ്പോഴത്തെ നടപ്പ് ദശ ചന്ദ്രൻ. അതിനുശേഷം 7 കൊല്ലം ചൊവ്വ. ശേഷം 18 കൊല്ലം രാഹു. ശേഷം ഗുരു, ശനി എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ചന്ദ്രനിൽ ശനിയാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നടപ്പ് ദശ. 5/9/2024 തൊട്ട് 7/4/2026 വരെ ചന്ദ്രദശ. ഈ വ്യക്തി ഒരു അല്പസ്വല്പം കരുതലോടെ തന്നെ വേണം കാണാനായിട്ട്. ചന്ദ്രൻ്റെ അവസ്ഥ നേരത്തെ വിശദമായി തന്നെ പറയുകയുണ്ടായി. 12ൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. ഗുളികനിലേക്ക് ശനിയുടെ 3ാം ദൃഷ്ടിയുമുണ്ട്. ശനിയുടെ അപഹാരവും നടക്കുന്നു. അപ്പോൾ ഈ ഒരു സമയം, പ്രത്യേകിച്ചും ഈ 2026 ഏപ്രിൽ 7-ാം തീയതി വരെയുള്ളൊരു സമയത്തെ പ്രത്യേകിച്ചും മാനസിക സംബന്ധമായിട്ടുള്ള, മനസ്സ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരല്പം ശ്രദ്ധ, അതല്ല എങ്കിൽ ജാഗ്രത പുലർത്തി തന്നെ വേണം ചിന്തകളെ കൊണ്ടുപോകാനായിട്ട്. അതല്ല എങ്കിൽ അധികരിച്ച ചിന്ത, ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യത കൂടിയ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും മനസ്സിലാക്കുക. കൃത്യമായി പരിഹാരങ്ങളെടുത്ത് പോവുക വഴി ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുടെ പേഴ്സൻറ്റേജിനെ ഒരു 60-70% വരെ വരുതിയിൽ നിർത്താൻ തന്നെ സാധിക്കും. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.